ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ഇത് നമ്മളൊരു മലയാളം ക്രോഷ്യ ട്യൂട്ടോറിയലാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ക്രോഷ്യക്ക് ആവശ്യമായിട്ടുള്ള ഹൂക്സുകളെ പരിചയപ്പെടാം. ഇത് പല ടൈപ്സിലും സൈസിലുള്ള ഹൂക്സുകളാണ്. ഇതിൽ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ഹൂക്സുകളാണ് 5.5 mm ഹൂക്ക്, 3 mm ഹൂക്ക്, 3.5 mm ഹൂക്ക്, പിന്നെ 4 mm ഹൂക്സ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് 4 mm ഹൂക്സ് വെച്ചിട്ടുള്ള ഒരു ക്രോഷ്യ ഒരു ഹാർട്ട് ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഒന്നാണ് യാൺ കട്ടർ. പിന്നെ നമുക്ക് ഉള്ളത് ഇതാണ് സ്റ്റിച്ച് മാർക്സ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മാർക്സ് ഒക്കെ ഇടണമെങ്കിലൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ സാധാ സൂചി. പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പല ടൈപ്സിലുള്ള യാണുകളാണ്. ഈ യാണിൽ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ രണ്ട് ടൈപ്പിൽ ഈ യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% ആക്രിലിക് ആയിട്ടുള്ള ഒരു യാണാണ്. ഇത് 50% ആക്രിലിക് യാണാണ്. പിന്നെ വരുന്നത് ഇത് 100% ആക്രിലിക് യാണാണ്. എപ്പോഴും 100% ആക്രിലിക് യാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് കാണാൻ. ഇതും 80% ആക്രിലിക് യാണാണ്. നമ്മൾ ഇന്ന് 80% ആക്രിലിക് യാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ യാൺ എടുത്തിട്ട് നൂലെടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ട് എടുക്കുക വേണ്ടത്. അത് നമുക്ക് പല ടൈപ്പിൽ സ്ലിപ്പ് നോട്ട് ഇടാം. നമ്മുടെ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ സിമ്പിളായിട്ട് ഇടാം. ഇനി ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഇടാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഹൂക്സ് വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ഇടാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 4 mm ഹൂക്കാണ്. നമുക്ക് ചെറുത് 3.5 അല്ലെങ്കിൽ 3 ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു ക്രോസിലൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാവുന്നതാണ്. പിന്നെ അതൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കൊരു 5 ചെയിൻസ് ഇട്ട് കൊടുക്കണം. 1 2 3 4 5 ഇങ്ങനെ 5 ചെയിൻസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഹൂക്സ് നിൽക്കുന്ന ഭാഗത്ത് നിന്നിട്ട് ബാക്കിലോട്ട് നോക്കുമ്പോൾ അവിടുന്ന് 3rd സ്റ്റിച്ചിലാണ് നമ്മൾ നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ ഇടാൻ പോകുന്നത്. ഡബിൾ ക്രോഷ്യ ഇടുമ്പം ഫസ്റ്റ് നമ്മളൊന്ന് യാണ് ചുറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂലെടുത്തതിന് ശേഷം 3rd സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡിലൂടെ എടുത്തിട്ട് നമ്മൾ ശേഷം അവിടെ നിന്ന് വീണ്ടും ഒന്ന് നൂല് ചുറ്റി കൊടുത്തതിന് ശേഷം പുറത്തേക്ക് എടുക്കുമ്പം ഒരു ലൂപ്പ് വരും. അപ്പം 3 ലൂപ്സ് കിട്ടും. അതിൽ നമ്മളൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു 2 ലൂപ്പ് കിട്ടും. അതിനെ ഒന്ന് പുൾ ഓവർ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കംപ്ലീറ്റ് ആയി ആ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആവും. അതുപോലത്തെ നമ്മൾ ഡബിൾ ക്രോഷ്യ 2 എണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. 2 എണ്ണം കൂടെ ചെയ്യാൻ പോകുന്നതാണ്. അതിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യയാണിത്. ഇപ്പം നമ്മൾ 2 ഡബിൾ ക്രോഷ്യസ് ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. സെയിം 3rd സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഈ 3 ഡബിൾ ക്രോഷ്യയും ചെയ്തെടുക്കുന്നത്. 3 ലൂപ്പ് 2 ലൂപ്പ്. സോ ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ 4th ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ കൊടുക്കണം. സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ മാതിരി ഫസ്റ്റ് ഒന്ന് നൂല് ചുറ്റി കൊടുക്കേണ്ട. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ 4th ചെയിനിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നൂലിനെ എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ചുറ്റിയിട്ട് നൂലിനെ എടുക്കുക. അങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ജസ്റ്റ് എന്നിട്ട് നമ്മൾ അതിനെ പുൾ ഓവർ ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് നമ്മളെ 5th ചെയിനിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പം നമ്മൾ നൂലൊന്നുകൂടെ ചുറ്റി കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുക. ഇതേ പ്രോസസ്സ് തന്നെ നമ്മളിപ്പോൾ നമ്മളെ ഹാഫ് ഓഫ് ദ ഹാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഇനി സെയിം റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ, പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ചെയ്തെടുക്കുകയാണ് നമുക്ക് ഇനി വേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ശേഷം നമുക്ക് ഫോർത്ത് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കണം. സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മൾ തേർഡ് ചെയിനിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതന്നെ ഹാർട്ട് നമുക്ക് വേറെയും മെത്തേഡ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ക്രോഷേയിൽ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. ഇത് എനിക്ക് അത്ര കുറച്ചുകൂടി ഈസിയാണ്, പക്ഷെ ഇതിലേറെ ഭംഗി വേറെ മെത്തേഡിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ഹാർട്ട്സ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിരിക്കും എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷേസ് ഇട്ട് കൊടുക്കുകയാണ്, ഒരു ഡബിൾ ക്രോഷയോട്. അങ്ങനെ നമ്മൾ ടോട്ടൽ അവിടെ 3 ഡബിൾ ക്രോഷയാണ്. വൺ മോർ ഡബിൾ ക്രോഷേ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 3 ഡബിൾ ക്രോഷയാണ് ഈ തേർഡ് സ്റ്റിച്ചിൽ അഗൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 2 സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആ ഒരു ഹാർട്ട് ഷേപ്പ് ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സിംഗിൾ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് ആവുന്നത്. ഇതിൽ നമ്മൾ മാജിക് റിങ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മാജിക് റിങ്സ് ഇല്ലാത്ത ഹാർട്ട് ഷേപ്പാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ നൂലൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നൂല് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് പോവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. പിന്നെ നമ്മൾ ആ ഹാർട്ട് ഷേപ്പ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൂചി ഉപയോഗിച്ചിട്ട് അത് താഴോട്ടാക്കി കൊടുത്താൽ ആ ഹാർട്ട് ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്രോഷയാണ്. കുറച്ചും കൂടെ നല്ല ഹാർട്ട് ഷേപ്പ് നമ്മൾക്ക് വേറെയും മെത്തേഡ്സിൽ നമുക്ക് ചെയ്തെടുക്കാം. മറ്റൊരു മെത്തേഡ്സ് ഞാൻ നെക്സ്റ്റ് ടൈം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിലെ ക്രോഷേ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.